ഇനി മോളെ ഷെഹനാസിന്റെ ഒരു പരിപ്പും ഇനി വേവില്ല മോളെ. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തിറങ്ങിയിരിക്കുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറഞ്ഞ ആൾക്കാർക്ക് മുഴുവനും പരാതി കൊടുത്തിരിക്കുന്നു. ഇനി 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണം എന്നാവശ്യപ്പെട്ട് UPSCയെയും സമീപിച്ചിട്ടുണ്ട്. അതായത് 2014 ഇവൾക്ക് IAS കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ ഒരു സ്വീകരണം സംഘടിപ്പിച്ചത്. അപ്പോൾ UPSCക്കും ശ്രീനാദേവി കുഞ്ഞമ്മ കത്തയച്ചിട്ടുണ്ട്. 2014 ആ ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കണം. ഇവൾക്ക് അങ്ങനെ ഒരു സാക്ഷ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ പറയാണ്, അതിലൊരാൾ ശ്രീനാദേവി കുഞ്ഞമ്മയുമാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ IASന് വേണ്ടിയിട്ട് നിരവധി തവണ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നേരത്തെ ഷാജൻസ്കറിയുമായുള്ള ഇന്റർവ്യൂവിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞിരുന്നു. തനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിട്ട് അതിനുവേണ്ടി താൻ എന്താ പറയാ തന്റെ ജോലി പോലും കളഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് വർഷങ്ങൾ എടുത്ത് പഠിച്ചു ശ്രീനാദേവി കുഞ്ഞമ്മ. അപ്പൊ പറയാണ്, സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യ നുണയന്മാർക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ഈ ഷഹനാസ് എന്ന് പറയുന്ന മുതല് അസാമാന്യ നുണച്ചിയാണ് എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുകയാണ് കേട്ടോ. അവർ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധിയാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. മാങ്കൂട്ടത്തിനെതിരെ ഇല്ലാത്ത കെട്ടുകഥകൾ കൊണ്ടുവന്ന റിനി ആൻ ജോർജിനെ പൊളിച്ചടുക്കി ഇപ്പോൾ ഇതാ MA ഷഹനാസിനെയും പൊളിച്ചെടുക്കുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. ഇനി മക്കളെ, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല വി ആർ സുധീഷിനെയൊക്കെ ഈ രീതിയിൽ മീറ്റു ആരോപണത്തിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഇതിന്റെ തൊലിക്കട്ടി വല്ലാത്ത തൊലിക്കട്ടിയാണ് കേട്ടോ. ഷഹനാസിന്റെ ഒക്കെ ഇവളെയൊക്കെ വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വൈകൃതക്കാരനാണ് അല്ലേ, ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടം താൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പാലക്കാട് VD സതീശ രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോഴത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിലേക്ക് എടുക്കേണ്ടി വരും കേട്ടോ. കാരണം രാഹുൽ മാങ്കൂട്ടം അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ എന്നിലെ കോൺഗ്രസ്സുകാരനെ പുറത്താക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പുറത്താക്കിയാലും ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമാണ് പുറത്തു നിൽക്കുന്നത് കേട്ടോ, മറന്നുപോയത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായി പിണറായി വിജയനെതിരെ, ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചത് നിങ്ങളുടെ ഈ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരല്ല കേട്ടോ, പുറത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ്. അടൂർ പ്രകാശ് മുതൽ ഇങ്ങോട്ടേക്ക് ഓരോ മനുഷ്യനും ഏതൊക്കെ തരത്തിലുള്ള ഈ പറയുന്ന എന്താ പറയാ ആക്രമണങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് വരുന്നുണ്ടോ അപ്പോഴൊക്കെ രക്ഷക്കായി രാഹുൽ മാങ്കൂട്ടമാണ് എത്തിയിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തെ വെയിലത്ത് നിർത്താൻ, മഴയത്ത് നിർത്താൻ പറ്റില്ല സതീശ, പറ്റില്ല. കോൺഗ്രസിലെ എല്ലാ കടൽ കിഴവന്മാരോടുമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എടുത്തില്ലെങ്കിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി തന്നെ മത്സരിക്കും. മിന്നുന്ന വിജയം പാലക്കാട് നേടും. അപ്പോൾ കുനിയുന്നത് നിങ്ങളുടെ ശിരസ്സായിരിക്കും കേട്ടോ, നിങ്ങളുടെ ശിരസ്സായിരിക്കും. MA ഷഹനാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും അല്ലേ. ഷഹനാസ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി എന്നിട്ട് പേരുള്ള ഒരു സംഘടനയുടെ എന്തോ ഒരു കൊണസ്ട്രാളാണ് എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അറിയില്ല, കേട്ടിട്ടില്ല. അങ്ങനെ ഇത്തരം TV മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പൊതു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും അങ്ങനെ അധികം കാണപ്പെടാത്ത ഒരാളായിരുന്നു ഈ MA ഷഹനാസ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു മീഡിയ അറ്റാക്ക് ഉണ്ടായല്ലോ. അതായത് ആദ്യം റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ആരോപണവുമായി രംഗത്ത് വന്നത്, പേരൊന്നും പറയാതെ തന്നെ. പക്ഷെ ഇത് രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിക്കാൻ തക്കം നോക്കി നിന്ന CPM-ലെ ചില ആളുകളല്ല, ഉന്നത തലത്തിലുള്ള ആളുകൾ തന്നെ, അവരെ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തണം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കണം. അതിന് CPM-കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് പെണ്ണ് കേസാണ്. അപ്പൊ ഒരു പെണ്ണ് കേസിലൂടെ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ അകത്താക്കണം. കാരണം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പിടിച്ചാൽ കിട്ടില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു യുവ നേതൃനിര എന്ന് പറയുന്നത് ഈ കടൽ കിഴവന്മാരെയൊക്കെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലും ഈ അബിൻ വർക്കിയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും അങ്ങനെയുള്ള ഒരു യുവ നേതൃനിര കോൺഗ്രസിൽ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്.
അതേസമയത്ത് CPM-ലാവട്ടെ അങ്ങനെ ഒരു യുവ നേതൃനിരയില്ല. യുവ നേതൃനിര മുഴുവനും പൊട്ടന്മാരാണ്, ഊളകളാണ്. ജെയ്ക്സ് തോമസിനെ പോലെ, അല്ലെങ്കിൽ A റഹീമിനെ പോലെ, ചിന്താ ജെറോമിനെ പോലെ, VP ദിവ്യയെ പോലെ ഒരു തരത്തിലും പൊതുസമൂഹത്തിൽ ഒരു സ്വീകാര്യതയും ഇല്ലാത്ത, ഒരു ബോധവും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ ആൾക്കാരാണ് CPM-ന്റെ യുവ നേതാക്കന്മാരെന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിലെ എന്താ പറയുക, വളരെ തീപ്പൊരി നേതാക്കൾ, അല്ലെ, തീപ്പൊരി നേതാക്കളാണ് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ കോംബോ, ഇവരുടെ ആ ഒരു ഐക്യത്തോടുള്ള ഇവരുടെ പ്രവർത്തനം അതായിരുന്നല്ലോ നമ്മൾ പാലക്കാട് കണ്ടത്. പാലക്കാട് ഏതാണ്ട് 18,000 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിലിന് പകരം അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഹുൽ മാങ്കൂട്ടം അവിടെ വിജയിക്കുന്നത്. ഈ ശ്രീധരനോട് ഏതാണ്ട് ഒരു 3,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിക്കുന്നത് എങ്കിൽ അതിനെ തുടർന്ന് അദ്ദേഹം MP ആയി മത്സരിക്കാൻ വേണ്ടി വടകരയിൽ എത്തുമ്പോൾ ആ സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തെയാണ് മത്സരിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ സമീപകാലത്തൊന്നും പാലക്കാട് കോൺഗ്രസ് നേടിയിട്ടില്ലാത്ത അത്രയ്ക്കും ഗംഭീര വിജയത്തോടെ രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നു. നിയമസഭയിലും അകത്തും പുറത്തും ഒക്കെ രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ പോരാളിയായി മാറുന്നു, കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായി മാറുന്നു. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യണം? സാധാരണ CPM-കാർ ചെയ്യുക രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്യുക. ഒന്ന്, അവരെ ഇല്ലായ്മ ചെയ്യും. അരിയൽ ഷുക്കൂറിനെ കൊന്ന പോലെ, ശരത് ലാലിനെയും കൃപേഷിനെയും കൊന്ന പോലെ, TP ചന്ദ്രശേഖരനെ കൊന്ന പോലെ കൊല്ലുക എന്ന് പറയുന്നത് CPM-മാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഒരു മെനക്കേടുള്ള കാര്യമല്ല. അവർക്ക് ഗുണ്ടകൾ ഇഷ്ടം പോലെയുണ്ട്. അതല്ലെങ്കിൽ അവരുടെ അടുത്ത ഒരു പരിപാടിയാണ് പെണ്ണ് കേസ്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവരിങ്ങനെ ഓങ്ങി വെച്ചതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് കുറച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ അണിയറയിൽ തയ്യാറാക്കി വെച്ചിരുന്നു. ഇവരെ ആരോപണം ഉന്നയിക്കുക, അതനുസരിച്ച് ഇയാൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷെ അതിന്റെ ഒരു മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ വളരെ ആകസ്മികമായിട്ട് റിനി ആൻ ജോർജ്, ആകസ്മികമായിട്ടെന്ന് ഞാൻ കരുതുന്നു, ഒരുപക്ഷെ റിനി ആൻ ജോർജിനെ കൊണ്ട് പറയിപ്പിച്ചതാവും. എന്തായാലും റിനി ആൻ ജോർജ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ വ്യാജാരോപണം ആദ്യമായി പൊട്ടിക്കുന്നത്. അതോടെ ഈ ചാനലുകാർക്ക് ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പീഡന കഥകളൊക്കെ കേൾക്കാനല്ല പറയാൻ, കാരണം അവരുടെ ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരത് ഏറ്റെടുത്തു. അപ്പോഴാണ് P ശശിയുടെ നേതൃത്വത്തിൽ CPM-ന്റെ പൊളിറ്റിക്കൽ എന്താ പറയാ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ P ശശിയുടെ നേതൃത്വത്തിൽ കാരണഭൂതത്തിന്റെ തന്നെ എന്താ പറയാ നിർദ്ദേശാനുസരണം എന്നാൽ നമുക്ക് ഇയാളെ അത് ശരിപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പരാതിക്കാരികളെ ഇറക്കുന്നത്. ആദ്യമൊന്നും പരാതിക്കാരികളൊന്നും രംഗത്ത് വന്നില്ല. പക്ഷേ ആദ്യത്തെ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുക്കുന്നു, രണ്ടാമത്തെ പരാതിക്കാരി KPCC പ്രസിഡന്റിന്റെ അടുത്ത് പരാതി കൊടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് സംശയിക്കേണ്ടതല്ല, ഏറ്റവും കൃത്യമായി കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ ചെറുപ്പക്കാരനെതിരെ രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് CPM-നേക്കാൾ കോൺഗ്രസിനുള്ളിലെ ഒരു പ്രബല വിഭാഗം ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം അത് കോൺഗ്രസ്സുകാരുടെ സ്ഥിരം സ്വഭാവമാണ് കാലുവാരുക എന്നുള്ളത് സ്ഥിരം സ്വഭാവമാക്കിയ കോൺഗ്രസ്സുകാര് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇയാളെ തീർക്കണം, രാഹുൽ മാങ്കൂട്ടത്തെ തീർക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും CPM-കാരും കൂടി യോജിച്ചിട്ടാണ് ബാക്കിയുള്ള ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ടു. അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ 1, 2, 3 പരാതിക്കാരും വന്നു. ഏറ്റവും അവസാനം സംഭവിച്ചത് നാട്ടിലെ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും, അതായത് ഒരു കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രത്തിൽ ഇന്നോളം ഇത്ര വലിയൊരു സ്ത്രീ പീഡകൻ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അവതരിപ്പിച്ചു കേട്ടോ. ലൈംഗിക വൈകൃതക്കാരൻ, സ്ത്രീകളെ കണ്ടാൽ ചാടി പിടിച്ച് വേട്ടയാടുന്നവർ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കോടതികൾ, സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ഈ 3 കേസുകളും അല്ലെങ്കിൽ ഈ 3 പരാതിക്കാരികളെയും നിർത്തിപ്പൊരിച്ചു എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരികൾ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ്. ഇവിടെ ബലാത്സംഗം നടന്നിട്ടില്ല, നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയിട്ടില്ല, ഈ എന്താ പറയാ അനധികൃത പണമിടപാട് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി ഈ 3 കോടതികളും പറഞ്ഞു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുന്നത്. ആ ജാമ്യ ഹർജിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ബലാത്സംഗത്തിന്റെ ഒരു തെളിവുമില്ല. കാരണം വളരെ കൃത്യമായ പരസ്പര ധാരണയോടെയാണ് ഇത് അത്രയും നടന്നത്. മാത്രമല്ല, ഞങ്ങളെ ബലാത്സംഗം ചെയ്തു എന്ന് പരാതിപ്പെടുന്ന സ്ത്രീകളൊക്കെ ആ സംഭവത്തിന് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോയി താമസിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മാനങ്ങൾ നൽകുന്നു. പിന്നെന്താ പറയാ, അങ്ങനെ ഒരിക്കലും നമുക്ക് വിശ്വസനീയമല്ലാത്ത തരത്തിലുള്ള ഇത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മുഴുവനും കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ ഏതാണ്ട് കെട്ടടങ്ങി, അല്ലെങ്കിൽ പോലീസ് കോടതി രാഹുലിനെ കുറ്റവിമുക്തനാക്കിയിട്ടും, ഞാൻ കുറ്റവിമുക്തനാക്കുക എന്ന് പറയുന്നത് ജാമ്യം കൊടുത്തു എന്നുള്ളതാണ്. ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം
കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ ജാമ്യം കൊടുക്കുക എന്നല്ല പറഞ്ഞത്. ഈ ജാമ്യ വ്യവസ്ഥകൾ അല്ല ജാമ്യ ഉത്തരവിലൊക്കെ കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഈ രീതിയിലുള്ള ക്രൈമുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷേ ഈ എം.എ. ഷഹനാസ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എം.എ. ഷഹനാസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരി എന്ന് പറയപ്പെടുന്നു. കോൺഗ്രസിലെ എന്താണ് സ്ഥാനം എന്ന് എനിക്കറിയില്ല. ഇവര് നിരന്തരം രാഹുലിനെതിരെ ഇങ്ങനെ വേട്ടയാടുകയാണ്. കോൺഗ്രസിലെ ഒറ്റുകാരി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവര് CPM-ലെ നേരത്തെ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് പോയ ചില നേതാക്കന്മാരുടെ ഒരു എന്താ പറയാ ഒരു ഉപകരണമായി ഒരു ടൂളായി ഇവൾ പ്രവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ ഒറ്റുകാരിയായി പ്രവർത്തിക്കുന്ന എം.എ. ഷഹനാസ് എന്തോ പബ്ലിഷറാണെന്നൊക്കെ പറയുന്നത്, പുസ്തക പ്രസാധക സാഹിത്യകാരി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവര് ഇതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ആക്രമിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം കോഴിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി ഷഹനാസിനെ കുറിച്ച് ഹാഷ്മിയുമായുള്ള ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറയുന്നു. ഈ ഷഹനാസ് എന്റെ ഒരു ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു കേട്ടോ. ഈ ഷഹനാസിനെ ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഷഹനാസ് അതല്ലാത്ത രീതിയിൽ പെരുമാറി. ഷഹനാസ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പുസ്തക എക്സിബിഷന് അതല്ല കർഷക സമരം, യെസ്, കർഷക സമരത്തിന് ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ എന്ന് ഷഹനാസിനോട് ചോദിച്ചു അത്രേ. അതായത് ഷഹനാസ് കർഷക സമരത്തിന് പോകുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയുകയാണത്രേ നമുക്ക് ഒരുമിച്ച് പോകാലോ. അപ്പോൾ ഷഹനാസ് അതിന് ഞാൻ അപ്പോൾ തന്നെ ശക്തമായ മറുപടി കൊടുത്തു, താക്കീത് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രാഹുൽ മാങ്കൂട്ടം വളരെ മോശമായ രീതിയിലാണ് തന്നോട് ഇത്തരം ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ ഞാൻ അപ്പം തന്നെ കർശനമായ വാണിംഗ് കൊടുത്തു എന്നൊക്കെയാണ് ഷഹനാസ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം ഷഹനാസ് പലയാവർത്തി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ എന്താ പറയാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ അഭിനന്ദിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നോട് അപമര്യാദയായി പെരുമാറി അല്ലെങ്കിൽ തന്നെ ഇത്രമേൽ മോശക്കാരിയാക്കി എന്നൊക്കെ ധാരണയുള്ള ഷഹനാസ് ഒരിക്കലും രാഹുലിനോട് അവിടെ പാലക്കാട് മത്സരിക്കാൻ പറയില്ല. രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുമ്പോൾ അഭിനന്ദനങ്ങൾ ചൊരിയില്ല. രാഹുലിന് വേണ്ടി അവിടെ പ്രവർത്തിക്കില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രാഹുലുമായി നല്ല ബന്ധത്തിൽ തന്നെയാണ് ഈ ഷഹനാസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഷഹനാസിന്റെ ചില താല്പര്യങ്ങളൊന്നും നടക്കാൻ വഴിയില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നാൽ പിന്നെ രാഹുലിനെ തീർത്തിട്ട് തന്നെ കാര്യം എന്ന രീതിയിലാണ് രാഹുലിനെതിരെ ഭയങ്കരമായ അറ്റാക്കിംഗ് നടത്തിയത്, ഷഹനാസ് നടത്തിയത്. ഏറ്റവും അവസാനം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം പൊളിഞ്ഞുപോയി. കാരണം പത്രസമ്മേളനത്തിന്റെ അവസാനം ഇവള് പത്രക്കാരോട് ചോദിക്കാണല്ലോ, ക്യാമറ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു, അല്ല ഈ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ പത്രക്കാരോട് ചോദിക്കാണ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടിയില്ലേ, ഞാനൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഷഹനാസിനെ കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇയാൾ വലിയ കോഴിയാണ് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം വളരെ കൃത്യമായിട്ട് എം.എ. ഷഹനാസ് ഏറ്റവും വലിയ എന്താ പറയാ തരികിട, 1-ാം നമ്പർ തരികിടയാണ്. ഇവര് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവരെന്തോ IAS കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളൊരു എന്താ പറയാ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി, വലിയ ബാനറൊക്കെ എന്താ പറയാ അടുപ്പിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങൾ വരാൻ തുടങ്ങി. മാത്രമല്ല ഒരുപാട് വ്യക്തിഗതമായ വേറെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയരാൻ തുടങ്ങി. ഈ പബ്ലിഷേഴ്സ് ഇവരുടെ ഈ പ്രസാധക പരിപാടി തന്നെ മഹാ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഷഹനാസിനെതിരെ വരാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റൊരു കേസ് നമ്മൾ അറിയുന്നത്. VR സുധീഷ് എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ VR സുധീഷിനെതിരെ ഷഹനാസ് ഒരു മീടു പരാതി കൊടുത്തു. മീടു പരാതി അറിയാലോ, തന്നെ അപമാനിച്ചു അല്ലെങ്കിൽ തന്നെ പീഡിപ്പിച്ചു ആര്? VR സുധീഷ്. ഇത് മഹാകള്ളത്തരമാണെന്ന് അക്കാലത്തെ ആൾക്കാർക്ക് അറിയായിരുന്നു. കാരണം പറയാം, ഇവളാണ് ഷഹനാസാണ് പോയി നിരന്തരം VR സുധീഷിന്റെ വീട്ടിലേക്ക് പോവുക, VR സുധീഷിനെ വലവീശി പിടിച്ചതും അല്ലെങ്കിൽ VR സുധീഷിനോടുള്ള എല്ലാവിധ ഞാൻ ആ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ഏതായാലും ഷഹനാസ് അല്ല, അല്ലെങ്കിൽ ഈ ഷഹനാസ് ആണ് VR സുധീഷിനെ നേരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്നും VR സുധീഷ് അല്ല കുറ്റക്കാരനെന്നും നമ്മുടെ കോഴിക്കോട്ടെ പൊതുസമൂഹത്തിനൊക്കെ ഏതാണ്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ VR സുധീഷ് വളരെ കൃത്യമായി ഇവൾക്കെതിരെ, ഷഹനാസിനെതിരെ കോടതിയിൽ എന്താ പറയാ ഹർജി കൊടുത്തു. എന്ന് പറഞ്ഞാൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. തനിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഷഹനാസ് ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം കോടതി വാറണ്ടായി, ജാമ്യമില്ലാ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചു.
ജാമ്യമില്ലാ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചപ്പോഴാണ് ഈ മുതല് മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നത്. തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈ മുതല്, അതായത് ഷഹനാസ് സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ മാങ്കൂട്ടം മുതൽ ആരൊക്കെ തനിക്കെതിരെ നിലപാടെടുത്തോ, അല്ലെങ്കിൽ തന്റെ കള്ളത്തരങ്ങൾ, അങ്ങനെയാണ്, തന്റെ കള്ളത്തരങ്ങൾ ആരൊക്കെ വെളിപ്പെടുത്തിയോ ആ ആൾക്കാർക്കൊക്കെ എതിരെ ഷഹനാസ് അറിയാവുന്ന എല്ലാ എന്താ പറയാ ഭാഷകളിലും, അല്ലെങ്കിൽ അറിയാവുന്ന എല്ലാ തറ സ്റ്റൈല് ഇവള് പ്രതികരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ ഭാഷ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തൊക്കെ ഇവള് അപമാനിച്ചത്. പക്ഷേ ഇതിന് തിരിച്ചടി കിട്ടാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഈ ഷഹനാസിനെതിരായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഷഹനാസ് ആകെ വട്ടം തുടങ്ങി. അപ്പൊ ഷഹനാസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയാണ്. തനിക്കെതിരെ ഈ എന്താ പറയാ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏറ്റവും അവസാനം ശ്രീനാദേവി കുഞ്ഞമ്മ, അറിയാലോ, ഇന്ന് കേരള രാഷ്ട്രീയത്തില് ഏറ്റവും നവാഗതയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അതായത് നേരത്തെ സി പി ഐക്കാരിയായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ കോൺഗ്രസിൽ ചേരുന്നു. അങ്ങനെ കോൺഗ്രസിൽ അവര് ജില്ലാ പഞ്ചായത്തിലേക്ക്, എനിക്കൊന്ന് പത്തനംതിട്ട ആ ഭാഗത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തോടെ ആ ഡിവിഷൻ നേരത്തെ കോൺഗ്രസിന്റേതല്ലായിരുന്നു, സി പി എം ജയിച്ചു വരുന്ന ആ ഡിവിഷനിൽ ഇവര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഗംഭീര വിജയം നേടിക്കൊണ്ട്, മാത്രമല്ല ഈ അടുത്ത് നമ്മുടെ തമ്മിൽ എന്നുള്ള നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഷോയില് അതല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായി, വളരെ കൃത്യതയോടെ, ചടുലമായി, അല്ലെ, ഇങ്ങനെ ഒരു യുവ നേതാവ് ഇന്ന് കേരളത്തിൽ ഇല്ല. എല്ലാവരും സംബന്ധിച്ച കാര്യമാണ്. കാരണം കോൺഗ്രസ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെ ഇവര് അത്ര എഡ്യൂക്കേറ്റഡ് ആണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ, കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ശ്രീനാദേവി കുഞ്ഞമ്മ ഏറ്റവും ഒടുവിലിതാ എം.എ. ഷഹനാസിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കുകയാണ്, കേട്ടോ. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിനു മുമ്പ് റിനി ആൻ ജോർജിനെയും പൊളിച്ചിരുന്നു. ഇപ്പൊ നമുക്ക് റിനി ആൻ ജോർജിനെ കാണാൻ പറ്റുന്നില്ല. റിനി ആൻ ജോർജ് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നില്ലേ? കാണുന്നിടത്തൊക്കെ വെച്ചിട്ട് മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ മാന്തി പൊളിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നില്ലേ റിനി ആൻ ജോർജ്. ഇപ്പൊ റിനി ആൻ ജോർജിനെ ഞാൻ കാണുന്നുണ്ടോ? കാരണം റിനി ആൻ ജോർജിന്റെ കള്ളത്തരം മുഴുവൻ ശ്രീനാദേവി കുഞ്ഞമ്മ പൊളിച്ചടുക്കി. അതായത് തനിക്കെതിരെ, അതായത് അങ്ങനെയാണല്ലോ റിനി ആൻ ജോർജ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തെ പരിചയപ്പെട്ടതിന്റെ 24 മണിക്കൂറിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം തനിക്ക് മോശം മെസ്സേജ് അയച്ചു. യഥാർത്ഥത്തിൽ റിനി ആൻ ജോർജ് തന്നെ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം മെസ്സേജ് അയക്കുന്നത് ഞാനാണ്. റിനി ആൻ ജോർജ് ആണ് ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജ് അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ വലവീശുന്നത് ആരാണ്? റിനി ആൻ ജോർജ് ആണ്. ഇത് റിനി ആൻ ജോർജ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം പേഴ്സണൽ ചാറ്റുകളൊക്കെ ഉണ്ടായി, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇവർ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ രാഹുൽ എനിക്ക് മോശം മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. അത് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, ഹാഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ രാഹുൽ മോശം മെസ്സേജ് ആണെങ്കിൽ റിനി ആൻ ജോർജിനോട് അവരുടെ ആ ചാറ്റുകൾ മുഴുവൻ ഒന്ന് വെളിപ്പെടുത്താൻ പറയൂ എന്ന് പറഞ്ഞാൽ റിനി ആൻ ജോർജ് മോശക്കാരിയല്ല. രാഹുൽ മാങ്കൂട്ടം 24 മണിക്കൂറിനകം മോശം മെസ്സേജ് അയച്ചെങ്കിൽ അതിനേക്കാൾ മോശം മെസ്സേജ് ആരയച്ചിരിക്കണം? റിനി ആൻ ജോർജ് അയച്ചിരിക്കണം. സ്വാഭാവികമായി ഒരാൾ മാത്രമല്ലല്ലോ അയക്കുക. ഒരാൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ തോന്നണമെങ്കിൽ മറ്റേയാൾ അതിനനുസരിച്ചുള്ള ഒരു അനുകൂല നിലപാട് കൈക്കൊണ്ടിരിക്കണം. അപ്പൊ ഏതായാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി അത് തന്നെയാണ് പറയുന്നത്. ഹാഷ്മിയോട് പറയുന്നുണ്ട്, ഹാഷ്മി വേണമെങ്കിൽ എന്റെ ഫോൺ പരിശോധിക്കുന്നു പറയുന്നുണ്ട്. അതായത് റിനി ആൻ ജോർജും ഞാനും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ചാറ്റുകൾ ഹാഷ്മിക്ക് പരിശോധിക്കാം. റിനി ആൻ ജോർജ് പറയുന്നത് കൂടെ പച്ചക്കള്ളമാണ്. അവര് മുഴുവൻ ചാറ്റുകൾ പുറത്തുവിടട്ടെ. ഞാൻ എന്റെ ചാറ്റുകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് പറയും. അതിന് പകരം അവരുടെ ഫുൾ ചാറ്റ് പുറത്തുവിടട്ടെ. അപ്പൊ അറിയാലോ ആരാ കള്ളത്തരം പറയുന്നതെന്ന്. മാത്രമല്ല, ഈ പറയുന്ന റിനി ആൻ ജോർജ് ഇത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം തന്നോട് മോശമായി പെരുമാറി എന്ന് പറയുന്ന റിനി ആൻ ജോർജ് ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം ഏതൊരു വിമാനയാത്രക്ക് തയ്യാറെടുക്കുന്നതിനിടയിൽ വിളിക്കുകയാണത്രേ. റിനി ആൻ ജോർജിന്റെ അമ്മയുടെ ബർത്ത്ഡേ വിഷസ് നേരണമെന്ന്. അപ്പൊ ഈ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തന്റെ നേരെ മോശം എന്താ പറയാ, അല്ലെങ്കിൽ ലൈംഗിക പീഡന ശ്രമങ്ങളൊക്കെ നടത്തി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ റിനി ആൻ ജോർജ് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അമ്മക്ക് ജന്മദിന ആശംസകൾ നേരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം വിളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം വളരെ ഡീസന്റ് ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്കൊക്കെ എതിരെ പറയാൻ എന്താ പറയാ പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും രാഹുൽ മാങ്കൂട്ടം ഹാഷ്മിയോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു, ഈ റിനി ആൻ ജോർജ് ഉണ്ടല്ലോ, റിനി ആൻ ജോർജ് ഈ സംഭവത്തിനൊക്കെ ശേഷം രാത്രി 12 മണിക്ക് ശേഷം
രാഹുൽ മാങ്കൂട്ടത്തെ വീഡിയോ ചാറ്റ് ചെയ്യുന്നു. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തോട് പറയുന്നു സീക്രട്ട് ചാറ്റിന് വേണ്ടിയിട്ട് ടെലഗ്രാമിലേക്ക് വരാൻ, ടെലഗ്രാം സീക്രട്ട് ആപ്പിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ, നമുക്ക് സീക്രട്ട് ചാറ്റ് ചെയ്യാം എന്ന് റിനി ആൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തോട് പറയുന്നു. ശ്രീനാഥ് രവികുഞ്ഞമ്മ പറയാണ് എന്റെ കയ്യിൽ ഫുൾ തെളിവുകളുണ്ട്, എന്റെ അടുത്ത് അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ടുകളുണ്ട്, ധൈര്യമുണ്ടോ വെല്ലുവിളിക്കാൻ എന്ന് ശ്രീനാഥ് രവികുഞ്ഞമ്മ ചോദിച്ചതോടുകൂടി പിന്നെ റിനി ആൻ ജോർജിനെ പ്രദേശത്തൊന്നും ആരും കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത്തോളം റിനി ആൻ ജോർജ് കേരളത്തിൽ ഇല്ല, അവര് ദുബായിലേക്കോ എങ്ങോ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഏതായാലും റിനി ആൻ ജോർജിനെ ശ്രീനാഥ് രവികുഞ്ഞമ്മ വളരെ വളരെ നീറ്റായിട്ട് തൊലി പൊളിച്ച് അവരെ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതി രാഹുൽ മാങ്കൂട്ടമല്ല, പ്രതി റിനി ആൻ ജോർജ് ആണ് എന്ന് വളരെ കൃത്യമായി ശ്രീനാഥ് രവികുഞ്ഞമ്മ പറഞ്ഞു. ഇപ്പോഴിതാ ശ്രീനാഥ് രവികുഞ്ഞമ്മ എം എ ഷഹനാസിനെതിരെ, ആരാണ് എം എ ഷഹനാസ്, എം എ ഷഹനാസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എം എ ഷഹനാസ് എത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകാരിയാണ് എന്ന് ശ്രീനാഥ് രവികുഞ്ഞമ്മ ഏറ്റവും പുതിയ അവരുടെ എനിക്ക് ഏതാനും 2 മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ, 2 മണിക്കൂറായിട്ടേ ഉള്ളൂ ശ്രീനാഥ് രവികുഞ്ഞമ്മയുടെ ഈ ഒരു പോസ്റ്റ് വന്നിട്ട്. അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതിങ്ങനെയാണ് കേട്ടോ. മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് എം എ എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അപമാനിക്കുന്ന രീതിയിലും വി ആർ സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീടു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ കൃത്യമായ രീതിയിലാണ് ശ്രീനാഥ് രവികുഞ്ഞമ്മ ഈ ഒരു പോസ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ, അതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീനാഥ് രവി പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവണം, നിയാസ് മലബാറി എന്ന വ്യക്തിയാണ് ഈ ഷഹനാസിനെതിരെ, ഷഹനാസിന്റെ എല്ലാ കുത്തിത്തിരിപ്പുകളും എല്ലാ തെണ്ടിത്തരങ്ങളും സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയത് നിയാസ് മലബാറിയാണ്. എന്നിട്ട് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനും ഇടയായി. ഷഹനാസ് എന്നവർക്കെതിരെ സാഹിത്യകാരൻ വി ആർ സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണയും കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായും അറിഞ്ഞു. പിന്നെ അപ്പോഴാണ് ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്ന ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ആര്? ഈ ഷഹനാസ്. പക്ഷേ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെയല്ല. നിയാസ് മലബാറിയാണ് ഇത്രയും കാലം ഷഹനാസിനെതിരെ ഈ ആരോപണങ്ങൾ അത്രയും ഉന്നയിക്കുന്നത്. ഇവരുടെ ഈ കള്ള IAS എന്താ പറയാ, ഈ പരസ്യ പ്രസ്താവനകള്, ഈ ഇതടിക്കല്, ബോർഡ് വെക്കല്, സ്വീകരണം, ഇവര് ഏറ്റുവാങ്ങൽ, ഇമാര് പരിപാടിക്കൊക്കെ എതിരെ നിയാസ് മലബാറിയാണ് സോഷ്യൽ മീഡിയയിൽ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് എന്താ പറയാ ഒരു പരമ്പര പോലെ ഷഹനാസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായി നമുക്ക് ഉറപ്പിക്കാം, നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഗണ്ണിക്കുവാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് അവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. അപ്പോൾ ഷഹനാസ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് നിബു വർഗീസിനെതിരെയാണ്. നിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടം ഇടുന്നു അല്ലെ? നിയാസ് മലബാറി ഇവരോട് IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ, ഷഹനാസ് IAS ലഭിച്ചു എന്ന് നുണ പറഞ്ഞില്ലേ എന്ന് ആര് ചോദിക്കുമ്പോ, നിയാസ് മലബാറി ചോദിക്കുമ്പോ അതിന് കൃത്യമായ മറുപടി നൽകാതെ ഷഹനാസ് എന്താ പറയുന്നത്, ഇവർ മെഹന്തി ഇടുന്ന ഒരു പടമിടുകയാണ്, മക്കാറാക്കുകയാണ്. നിങ്ങൾക്ക് 2 ID കാർഡ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിയാസ് മലബാറിയുടെ രണ്ടാമത്തെ ആരോപണമാണ്, നിങ്ങൾക്ക് 2 ID കാർഡ്, 2 പേരിൽ 2 ID കാർഡ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിരുന്ന് കുമിളവിടുന്ന പടമിടുന്നു ഷഹനാസ്. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഗണ്ണിക്കുവാൻ ഷഹനാസിന് പറ്റുന്നില്ല. അതിന് പകരം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളെ മക്കാറാക്കുക അല്ലെ, അയാൾക്കെതിരെ ഇമ്മാതി ഓരോ കൊപ്രായങ്ങൾ കാണിക്കുക. നമ്മള് പച്ച മലയാളത്തിൽ പറയാം കൊഞ്ഞനം കുത്തുക എന്ന് പറയും, കൊഞ്ഞനം കുത്തുന്നു.
അതല്ലാതെ ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. ആരാ പറയുന്നത്? ശ്രീനാഥ് കുഞ്ഞമ്മ പറയുകയാണ്. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം. അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. നിയാസ് മലബാറി ഇവരുടെ വ്യക്തിപരമായ ഇവര് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു എന്നോ, ഇവര് നേരത്തെ തന്നെ ഇവർക്ക് കുട്ടി ഉണ്ടായി, പക്ഷെ ആ കുട്ടി എന്റേതല്ല, ആ കുട്ടി സഹോദരിയുടെ കുട്ടിയാണെന്നൊക്കെ കള്ളത്തരം പറഞ്ഞു തുടങ്ങിയ ഇവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിയാസ് മലബാറി പറഞ്ഞിരുന്നു. അപ്പൊ ശ്രീനാഥ് കുഞ്ഞമ്മ പറയാണ് അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം. എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയ ശ്രീമതി എം എ ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞു കേട്ടില്ല. പക്ഷേ എം എ ഷഹനാസ് തനിക്കെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. IAS നേടി എന്ന് വ്യാജമായി പറയുകയും അതിന്റെ പേരിൽ സ്വീകരണവും മറ്റു കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. മനസ്സിലായില്ലേ? ഇത് ഷഹനാസിനെ അനുകൂലിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇതത്ര തമാശയായി എടുക്കേണ്ട കാര്യമല്ല. തനിക്ക് IAS നേടി, താൻ IAS കാരിയാണ്, IAS എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡ് വെക്കലും അതിനുവേണ്ടി സ്വീകരണം ഒരിക്കലും സ്വീകരണം ഏറ്റുവാങ്ങലും അതൊക്കെ വളരെ ക്രൈമാണ് എന്ന് ശ്രീനാഥ് കുഞ്ഞമ്മ ചൂണ്ടിക്കാട്ടുകയാണ്. ഇത് വളരെ ഗുരുതരമായ കുറ്റമാണ്. IAS ആണെന്ന് പറഞ്ഞ് ഇവർ നാട്ടിലും വിദേശത്തും എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. താൻ IAS കാരിയാണെന്ന് പറഞ്ഞിട്ട് ഇവർ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടാവാം, ഇതൊക്കെ അന്വേഷിക്കണം. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും കേന്ദ്ര മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും ഇന്ന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇനി മോളെ ഷഹനാസിന്റെ ഒരു പരിപാടിയും ഒരു പരിപ്പും ഇനി വേവില്ല മോളെ. കാരണം ശ്രീനാഥ് കുഞ്ഞമ്മ രംഗത്തിറങ്ങിയിരിക്കുന്നു. ശ്രീനാഥ് കുഞ്ഞമ്മ ഈ പറഞ്ഞ ആൾക്കാർക്ക് മുഴുവനും പരാതി കൊടുത്തിരിക്കുന്നു. ഇനി 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണം എന്നാവശ്യപ്പെട്ട് UPSCയെയും സമീപിച്ചിട്ടുണ്ട്. അതായത് 2014 ഇവൾക്ക് IAS കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ ഒരു സ്വീകരണം സംഘടിപ്പിച്ചത്. അപ്പോൾ UPSCക്കും ശ്രീനാഥ് കുഞ്ഞമ്മ കത്തയച്ചിട്ടുണ്ട്. 2014 ആ ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കണം, ഇവൾക്ക് അങ്ങനെ ഒരു സാക്ഷ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. ശ്രീനാഥ് കുഞ്ഞമ്മ പറയാണ്, അതിലൊരാൾ ശ്രീനാഥ് കുഞ്ഞമ്മയുമാണ്. ശ്രീനാഥ് കുഞ്ഞമ്മ IASന് വേണ്ടിയിട്ട് നിരവധി തവണ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നേരത്തെ ഷാജൻ സ്കറിയുമായുള്ള ഇന്റർവ്യൂവിൽ ശ്രീനാഥ് കുഞ്ഞമ്മ പറഞ്ഞിരുന്നു. തനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിട്ട് അതിനുവേണ്ടി താൻ എന്താ പറയാ തന്റെ ജോലി പോലും കളഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് വർഷങ്ങൾ എടുത്ത് പഠിച്ചു ശ്രീനാഥ് കുഞ്ഞമ്മ. അപ്പൊ പറയാണ് സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യ നുണയന്മാർക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ഈ ഷഹനാസ് എന്ന് പറയുന്ന മുതല് അസാമാന്യ നുണച്ചിയാണ് എന്ന് ശ്രീനാഥ് കുഞ്ഞമ്മ പറയുകയാണ് കേട്ടോ. അവർ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധിയാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അവര് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമായ ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാഥ് കുഞ്ഞമ്മയാണ് വളരെ ഉത്തരവാദിത്വത്തോടെ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം പറയുന്നു NB ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നുണ്ട്. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിന്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിനുള്ളത്. അതിന്റെ ഇന്നലെകളിൽ നുണകളില്ല. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ കഥകളിൽ അതിന്റെ ചരിത്രത്തിൽ ഇത്തരം നുണകളില്ല എന്ന കുറിപ്പോടെ ഷഹനാസ് ഇങ്ങനെ കടപ്പുറത്തിരുന്നിട്ട് നീർക്കുമിളകൾ ഊതി സോപ്പ് കുമിളകൾ ഊതി വിടുന്ന ഷഹനാസ് തന്നെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ കളിയാക്കിക്കൊണ്ടിട്ട ഒരു ചിത്രം സഹിതമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ സോഷ്യൽ മീഡിയയിൽ തീർത്തു കൊടുക്കുന്നത്. ആരെ? ഷഹനാസിനെ തീർത്തു കൊടുക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ശക്തമായി ഇല്ലാത്ത കെട്ടുകഥകൾ കൊണ്ടുവന്ന റിനിയാൻ ജോർജിനെ പൊളിച്ചടുക്കി ഇപ്പോൾ ഇതാ MA ഷഹനാസിനെയും പൊളിച്ചെടുക്കുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. ഇനി മക്കളെ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല വി ആർ സുധീഷിനെയൊക്കെ ഈ രീതിയിൽ മീറ്റു ആരോപണത്തിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഇതിന്റെ തൊലിക്കട്ടി വല്ലാത്ത തൊലിക്കട്ടിയാണ് കേട്ടോ ഷഹനാസിന്റെ ഒക്കെ. ഇവളെയൊക്കെ വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വൈകൃതക്കാരനാണ്
അല്ലേ, ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടം താൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഇതിനുള്ള എല്ലാവിധ എന്താ പറയാ അനുകൂലമായ കാലാവസ്ഥയും സൃഷ്ടിക്കുന്നത്. അപ്പൊ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പാലക്കാട് വി.ഡി. സതീശ രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോഴത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിലേക്ക് എടുക്കേണ്ടി വരും കേട്ടോ. കാരണം രാഹുൽ മാങ്കൂട്ടം അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ എന്നിലെ കോൺഗ്രസ്സുകാരനെ പുറത്താക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പുറത്താക്കിയാലും ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമാണ് പുറത്തു നിൽക്കുന്നത് കേട്ടോ, മറന്നുപോയത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായി പിണറായി വിജയനെതിരെ, ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചത് നിങ്ങളുടെ ഈ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരല്ല കേട്ടോ, പുറത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ്. അടൂർ പ്രകാശ് മുതൽ ഇങ്ങോട്ടേക്ക് ഓരോ മനുഷ്യനും ഏതൊക്കെ തരത്തിലുള്ള ഈ പറയുന്ന എന്താ പറയാ ആക്രമണങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് വരുന്നുണ്ടോ അപ്പോഴൊക്കെ രക്ഷക്കായി രാഹുൽ മാങ്കൂട്ടമാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം, ഇനിയും നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തെ വെയിലത്ത് നിർത്താൻ, മഴയത്ത് നിർത്താൻ പറ്റില്ല സതീശ, പറ്റില്ല. കോൺഗ്രസിലെ എല്ലാ കടൽ കിഴവന്മാരോടുമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എടുത്തില്ലെങ്കിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി തന്നെ മത്സരിക്കും. മിന്നുന്ന വിജയം പാലക്കാട് നേടും. അപ്പോൾ കുനിയുന്നത് നിങ്ങളുടെ ശിരസ്സായിരിക്കും കേട്ടോ, നിങ്ങളുടെ ശിരസ്സായിരിക്കും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.